നമ്മൾ ഇന്ത്യക്കാരോ ഓഗസ്റ്റ് 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേയും ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേയും ഒക്കെ ആഘോഷിക്കാറുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതിൽ എത്ര പേർക്ക് റിപ്പബ്ലിക് ഡേ എന്താണെന്നറിയാം? ഇത് ചോദിക്കാനുള്ള കാരണം എല്ലാവരും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്. പക്ഷേ പലർക്കും റിപ്പബ്ലിക് ഡേ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് അറിയില്ല. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസത്തെ ഇൻഡിപെൻഡൻസ് ഡേ എന്നും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒരു വീട് വെച്ച് താമസിക്കാൻ തുടങ്ങുന്നതിനെ റിപ്പബ്ലിക് ഡേ എന്നും പറയാം. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ ദിവസം. പക്ഷെ അപ്പോഴും ഇന്ത്യക്ക് നിയമങ്ങളില്ല സ്വന്തമായിട്ട്. ഇന്ത്യ സ്വതന്ത്രമായി, പക്ഷെ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനയില്ല. റിപ്പബ്ലിക് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്വന്തമായി ഭരണഘടന ഉണ്ടാക്കി അത് നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. അതാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നത്. അന്നു മുതൽ ഇന്ത്യക്ക് പുതിയ നിയമങ്ങളുണ്ടായി, ഒഫീഷ്യൽ ലീഡേഴ്സ് ഉണ്ടായി. ഇവിടെ രാജാക്കന്മാരില്ല, ബ്രിട്ടീഷുകാരില്ല, പുറത്തുനിന്നുള്ള ആരുടെയും കൺട്രോളുമില്ല. ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യക്കാർ മതി എന്ന് ലോകത്തോട് ഇന്ത്യ വിളിച്ചു പറഞ്ഞ ദിവസമാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്.